ഗൈസ്, അപ്പോൾ ഞങ്ങളെ കൂട്ടത്തിലെ നെച്ചുവിൻ്റെ കല്യാണ വ്ളോഗാണ് നിങ്ങൾ ഇപ്പോൾ കാണാൻ പോണത്. കാരണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞു കേട്ടോ. ഇപ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്ത് തീരാനുള്ളൊരു സമയം കിട്ടിയത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നിങ്ങൾ ഈ വ്ളോഗിൽ കണ്ടോളി. രാവിലെ തന്നെ 5:15 ബസ്സിന് ഞാൻ അങ്ങ് പാലക്കാട് പോയിട്ടോ. ഹായ്, എല്ലാവരും നോക്കണേ. ഇൻവൈറ്റർ യൂട്യൂബ് ഞാൻ കഴിക്കില്ല. ഞാൻ പോസ്റ്റ്മോർട്ടം എങ്ങനെ ചെയ്യാന്ന് ഡെമോൺസ്ട്രേറ്റ്. 3 മണിക്കൂറായി ഒരു ചിക്കൻ മേടിക്കണു. അതിന്റെ എല്ലെങ്കിലും ബാക്കി വെക്കണേ. ഇതിലോ ഞാനും അത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ഇത് പോസ്റ്റ്മോർട്ടം. ഇന്ന് 2 കേസാണല്ലേ. അങ്ങനെ ഞങ്ങൾ വളരെ മിതമായ ഫുഡ് അടിക്ക് ശേഷം ഞങ്ങൾ നേരെ നെച്ചിന്റെ വീട്ടിലേക്ക് വിട്ടു. ഒരുപാട് ചിക്കനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കൈ പൊള്ളിയ നീനുവിന്റെ കൈ ഞങ്ങൾ ഊതി കൊടുക്കാട്ടോ. അത് കണ്ടപാട് പട്ടികളെ കൂടി പേടിച്ചോടി. എന്താ പേര്? തങ്കി. കല്യാണം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഞങ്ങൾ പെൺകുട്ടിക്ക് ഏറ്റവും ഇഷ്ടം മൈലാഞ്ചിടലാണ്. പിന്നെ ഞാനൊരു പ്രോ ആയതുകൊണ്ട് എല്ലാവർക്കും ഞാനാണ് മൈലാഞ്ചിട ഇട്ട് കൊടുത്തത്. അടുത്ത മെയിൻ പ്രശ്നം, ഈ സാരി എത്ര ഉടുത്തിട്ട് ശരിയാണ്. കാരണം അരിക്കുത്തുണ്ട്, സാരി എന്നെ ഉടുക്കണമെന്നും പറഞ്ഞു. പണ്ടാരായിട്ട് ഇത് ശരിയാവണില്ല. പക്ഷെ ലാസ്റ്റ് എങ്ങനെയൊക്കെ ഒപ്പിച്ച് ഉടുത്ത് പോയപ്പോഴാണ് അറിയണത് ശ്വേതാണ് ഉടുപ്പിച്ചത് കേട്ടോ. ഉടുത്താടെ എത്തിയപ്പോഴാണ് അറിയുന്നത് നേരെ കാര തിരിച്ചവൾ ഉടുപ്പിച്ചത്. സുന്ദരി നീ വന്ന് ഗസല സുറുമ വരച്ച പുതുനാരൻ ഹാഷിമിന്റെ പൂമാല ചൂടിയ നെച്ചു. ഹായ് ഹായ്, എന്താ പേര്? ഓ, ഇതാര് കല്യാണ? ഓ, എന്റെ മേമാന്റെ കല്യാണ. മേമാന്റെ കല്യാണമായിട്ട് സന്തോഷാണോ സങ്കടാണോ? എന്തിന്? എന്തിനാ സങ്കടം? വെറുതെ മേമ പോണ സങ്കടാ. പിന്നെ അരിക്കുത്ത് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്താ? കുറെ ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, അതൊക്കെ ഇനി എന്നിട്ട് മെയിൻ പരിപാടി. കോളേജ് ലൈഫിന്റെ ഏതോ ഒരു സമയത്ത് ഭയങ്കര യാദൃശ്ചികമായിട്ട് കണ്ടുപിട്ടിയ 4 പേരട്ടെ ഞങ്ങള്. ഞാനും നീനും പണ്ടേ കമ്പനിയാണ്, പക്ഷെ സ്റ്റിൽ ഇത്ര ക്ലോസ് ആയത് അതൊരു പ്രത്യേക ഒരു മൊമെന്റിലായിരുന്നു. അങ്ങനെ അരിക്കുത്തിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി ഞങ്ങൾക്ക് മൈലാഞ്ചി കല്യാണം ഉണ്ട്. ഇനി അതിന് പോകട്ടോ. എത്ര ദിവസമായി കണ്ടിട്ട്? ഞങ്ങളിപ്പോ ലാൻഡ് ചെയ്തിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്ന കല്യാണം നെച്ചുണ്ടായിരുന്നു. കാരണം അത് അടിച്ചു പൊളിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഞങ്ങൾ നേരത്തെ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് ഇത്ര ചില്ലായി നടക്കണേ ഞാൻ നെച്ചുവിനെ മാത്രമേ കണ്ടില്ല കേട്ടോ. അതോളൊരു കഴിവ് തന്നെ. അങ്ങനെ പിന്നെ ഫുഡിന്റെ സമയം നല്ല അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ബാക്കി പരിപാടിയിലൂടെ കടന്നു. ഓളെ പുതിയാപ്പിള വന്ന സന്തോഷമാണ് ഇപ്പൊ ഈ കാണുന്നത്. എമ്മാ നാണയം അറിഞ്ഞു. നെച്ചുവിന് മൊത്തം ഞങ്ങൾ ആദ്യമായിട്ട് നാണം കാണുന്ന ഈ സമയത്ത്. ഇനി ഒരു മാസം ഇന്റേൺഷിപ്പിന് ഒരുമിച്ചിട്ടായിട്ട് ഞങ്ങൾക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ബോധം വന്നില്ല. ഇനി കല്യാണ തലേന്നാണ് ഞങ്ങൾ അത് ചെയ്യണേ, അതും രാത്രി 1 മണിക്ക്. ഇപ്പോൾ സമയം 1 മണി. ഇപ്പോൾ സമയം 1:15. നമ്മൾ എന്താ ചെയ്യണേ? ഞങ്ങൾക്ക് നാളെ കല്യാണം. നാളെ ഇന്ന് ഒരു 5-6 മണിക്കൂറിന് ശേഷം ഞങ്ങൾക്ക് കല്യാണം ഉണ്ട്. ഞങ്ങൾക്ക് സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കാം. അതിൻ്റെ പ്രാക്ടീസ് ഞങ്ങൾ ഇന്നാണ് ചെയ്യണം. ഉറക്കൊഴിച്ച് പ്രാക്ടീസ് 6 മിനിറ്റ് കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് ഞങ്ങൾ കൊടുത്ത് തീരുന്ന കല്യാണം. അപ്പം അതിന് ഞങ്ങൾ വരുമോ ഇല്ലേന്നുള്ള. അതെ, അത് നമ്മൾ ഇതേപോലെ പരിപാടി സെറ്റാക്കാൻ ഞങ്ങൾ ഇന്ന പരിപാടി പോകുന്നത്. പക്ഷെ നിങ്ങളിൽ ഞാനൊക്കെ ഡാൻസ് മെയിൻ. അപ്പം നാളെ കല്യാണമാണ്. ഞങ്ങൾ സ്റ്റേജിന്മേൽ ഞങ്ങൾ തെറ്റിക്കുന്നത് ഞാൻ റീലിടുന്നുണ്ട്. അരമണിക്കൂർ കൊണ്ട് പഠിച്ച ഡാൻസുമായി നാളെ ഞങ്ങൾ 1 മണിക്കൂർ സ്റ്റേജ്. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബാക്കി വിശേഷങ്ങൾ നാളെ. ശുഭരാത്രി. ശുഭനിശ. അതെ, ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ്. ഇനി എന്താ പരിപാടി?
അപ്പൊ എന്താ പരിപാടി? നെച്ചുന്റെ കല്യാണം. തലേന്ന് അത്ര സമയം ഉണ്ടായിട്ട് നേരല്ലാതെ നേരത്തെ ശ്വേതക്ക് രാവിലെ തന്നെ എണീറ്റ് മൈലാഞ്ചിട്ടാണ്. ഉറക്കെ പറയും കല്യാണം സുന്ദരി ആയിട്ടല്ല വരിയോ വേം പണ്ടെങ്കിൽ ആര് നോക്കിക്കണ്ട് അല്ല വ്ളോഗ. ഹായ് ഒന്ന് ഹായ് കാണിക്കോ, ഒന്ന് വ്ളോഗിൽ ഹായ് കാണിക്കോ. എല്ലാരും കോസ്റ്റ്യൂമിലാ. ഹായ് കാണിക്കോ. ഹലോ 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 അന്റെ കല്യാണ അന്റെ കല്യാണ ആ MC ആണോ? അങ്ങനെ പിന്നെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങളുടെ സുന്ദരിയായ മണവാട്ടി എഴുന്നള്ളിരിക്കുകയാണ്. ഈ റീൽസിൽ കാണുന്ന പോലെ നല്ല കേട്ടോ. കല്യാണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചടങ്ങ്. ഒരേ നടത്ത നമ്മളൊരു 50 പ്രാവശ്യം നടക്കേണ്ടി വരും. അങ്ങനെ പിന്നെ 2-3 മാസത്തിന് ശേഷം ഞങ്ങളുടെ അമ്മേനെയും, അതായത് ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായ ആതിര മിസ്സിനെയും ഞങ്ങളുടെ ജിഷ മിസ്സിനെയും ദീപിക മിസ്സിനൊക്കെ കണ്ടിട്ടോ. ക്യാമറമാനായിട്ട് പെട്ടെന്നുണ്ട് ഞങ്ങളുടെ നെച്ചിനെ പറ്റി പൊക്കി പറയാൻ പറഞ്ഞു. കുറ്റം പറയാനാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഈ പൊക്കി പറയാൻ പറയുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും കിട്ടില്ല. ലാസ്റ്റ് ഞങ്ങൾ എങ്ങനെയൊക്കെയോ തപ്പി എന്തൊക്കെയോ പറഞ്ഞിട്ട് ഒപ്പിച്ചു. ഞങ്ങളുടെ ഗ്യാങ്ങിലെ തന്നെ ഫസ്റ്റത്തെ കല്യാണമാണ്. നെച്ചിനെ ആശിക്കും ഞങ്ങളെ വക ഒരുപാട് ഒരുപാട് മംഗള ആശംസകളാണ് ആദ്യം തന്നെ പറയാനുള്ളത്. നെച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങനെ പിന്നെ പലതരം നുണകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഒപ്പിച്ചു. ഗൈസ്, എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം? അടിപൊളിയല്ലേ? ഇനിയോ ഞങ്ങൾ ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നെ പറ്റി 2 വാക്ക് പറയും. പാവാണ് പാവ. പിന്നെ പറയുന്ന ഇന്നെ പറ്റി 2 വാക്ക് പറയും. ആ പിന്നെ പിന്നെ എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? ആ പിന്നെന്താ അമ്മറി പറയും. ആ പിന്നെ ഇനി നമുക്ക് ഇന്റെ കല്യാണത്തിന് നിങ്ങളൊക്കെ വരുമോ ഞാൻ വിളിച്ചാല്? ആ ചോർക്ക് ഇന്റെ കല്യാണത്തിന് വരൂലേ? ഓക്കെ, എന്നാ ടാറ്റ പോട്ടെട്ടോ.